ഇപ്പോഴും അന്വേഷിക്കുന്ന ആ കേസിൽ ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ മകന്റെ ചോദ്യം ചെയ്യലോ ഇല്ലെങ്കിൽ മറ്റ് രേഖകൾ സബ്മിറ്റ് ചെയ്യാനോ ഒന്നും ഇഡിയും ആവശ്യപ്പെട്ടിട്ടില്ല. എന്ത് ഡീല് നടന്നുവെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത് ഞാൻ ആദ്യമേ വളരെ നേരത്തെ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അഴിമതി കഥകളും അതിന്റെ അന്വേഷണങ്ങളും വളരെ ദുരൂഹമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. വളരെ നേരത്തെ ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിരുന്നു, പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും തല മോഡിയുടെയും അമിത്ഷായുടെയും കക്ഷത്തിലിരിക്കുകയാണ് എന്നതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായിട്ടും BJPക്കും കേന്ദ്ര സർക്കാരിനും വിധേയപ്പെട്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതനുസരിച്ചുള്ള രാഷ്ട്രീയ തിരനാടകങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ സാധൂകരിക്കുന്ന, അതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ജനങ്ങളോട് സത്യവും യാഥാർത്ഥ്യവും പറയാൻ തയ്യാറാകണം. ഏത് കേസിലാണ് പ്രതിയായിട്ടുള്ളത്, എന്ത് അന്വേഷണമാണ് മകൻ നേരിടുന്നത്, ഏത് സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ കാര്യങ്ങൾ മൂടിവെക്കപ്പെട്ടത്, എല്ലാ നിലയിലും ഇപ്പോ സംസ്ഥാനത്ത് അതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതാണ് കാരണം അന്ന് ഇഡിയുടെ നടപടികളുമായി ബന്ധപ്പെട്ട് ഇഡി കേരളത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ മാധ്യമങ്ങൾക്കും ഇല്ലെങ്കിൽ തങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെ കൃത്യമായ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ സമൻസ് വന്നത് മാത്രം അറിഞ്ഞില്ല എന്നുള്ളത്, 2 വർഷമായിട്ട് ഇത് അറിഞ്ഞില്ല, ഇപ്പോഴെന്തുകൊണ്ട് ഇത് പൊങ്ങി വരുന്നു എന്നുള്ളതും വലിയ സംശയമുണ്ടാക്കുന്ന കാര്യമല്ലേ? അതായത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കഴിഞ്ഞ ഏറെ നാളുകളായി BJP ഒരു പൊളിറ്റിക്കൽ നെഗോസിയേഷനിലാണ് മുഖ്യമന്ത്രിയുമായി. അതിന്റെ പല സ്റ്റേജസ് നെഗോസിയേഷനിൽ ഒന്ന് തൃശൂർ ഈ പൂരം കലക്കലും തൃശൂർ സീറ്റിലെ സുരേഷ് ഗോപിയുടെ ജയവുമായി ഫസ്റ്റ് റിസൾട്ട് ഉണ്ടായത്, പൊളിറ്റിക്കൽ നെഗോഷിയേഷൻ റിസൾട്ട് ഉണ്ടായത് അവിടെയാണ്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എണ്ണി BJP CPM-നെ കൊണ്ട് ഇതിന് ക്വിക്ക് പോലെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കും. മുമ്പോട്ടുള്ള നിയമസഭയിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ നെഗോഷിയേഷന്റെ ബാർഗെയിനിങ് ടൂളാണ് ആ ടൂളാണ്. കാരണം ഇനിയും ഇതിൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും അന്വേഷണം തുടരുന്നുണ്ട്. ഇഡി മാത്രവുമല്ല, പ്രാഥമിക കുറ്റപത്രം മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ മകനിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അവർ ഈ നെഗോഷിയേഷൻ കണ്ടിന്യൂ ചെയ്യും. ഒരു വശത്തുകൂടി പൊളിറ്റിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും വിധേയപ്പെട്ട് CPM എന്ന പാർട്ടിയുടെ എല്ലാ ആർജവും ഇച്ഛാശക്തിയും അവർക്ക് മുമ്പിൽ അടിയറ വെച്ച നേതാവും ഒരു മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ.